ആദ്യത്തെ ദിവസം വന്നേ ഇത് അത്ര പേര് തരാനുള്ളതാണെന്നും പറഞ്ഞിട്ട് കരയാൻ നിൽക്കണത്. ഇതിനൊന്നും പറ്റില്ലെങ്കിൽ കുറുക്കിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ, മാസം 2000 കൊണ്ട് ഇയാളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് ഒന്നീ ബാങ്കിലിടണം, അല്ലെങ്കിൽ എന്നെ പോലുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം. അതെ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കില്ല. നോക്കിക്കഴിഞ്ഞാൽ കരച്ചിലും പിടിച്ചിലും തുടങ്ങും എൻ്റെ മനസ്സല്ലേ. അത് വേണ്ട, അമ്മ ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയി സംസാരിക്കാം. കനകം വന്ന് സംസാരിച്ച് 1 മാസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അമ്മാവൊക്കെ ദേഷ്യത്തിലാണ്. ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് അതാ നിൽക്കണമെന്ന് കാണിച്ചു കൊടുത്തിട്ട് കാശ് മേടിക്കാൻ. എന്തിനത് പറയണേ? കനകം വന്ന കാര്യമൊന്നും ഞാൻ പറയില്ല. ഞാൻ പോയി എൻ്റെതായ രീതിക്ക് ഞാൻ ചോദിക്കും, എൻ്റെതായ ഒരു ശൈലിയുണ്ട്, ആ രീതിയിൽ ഞാൻ സംസാരിക്കും കേട്ടോ. അവൻ്റെ കാക്കിയുടെ ഈ വെള്ളയുടെ തമ്മിലുള്ള വില വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. അവനൊന്നും പറഞ്ഞാൽ ഒരു വക നടക്കൂല. എന്തായാലും കാശ് കിട്ടിയാൽ മതി. പിന്നെ 50,000 വാങ്ങിച്ചു തരുമ്പോൾ എനിക്ക് തരാന്ന് പറഞ്ഞാൽ 10 കടമായിട്ട്, അത് മറക്കല്ലേ. എടാ, എൻ്റെ കാശുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ തന്നെന്താ? ഇതിപ്പോൾ 50 കിട്ടുമെങ്കിൽ 10 അണക്ക് തരണോണ്ട് ഒരു വിരോധമില്ല. എന്നാ കാശ് മേടിച്ചു തന്നാൽ മതി. അത് ഞാൻ മേടിച്ചു തരാം. അത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലേ മര്യാദ, ഞാൻ അവിടെ നിങ്ങൾ നിന്നോ. ഞാൻ വെള്ളയുടെ മഹത്വം ഈ വെള്ളം ഇട്ടാൽ തന്നെ പുറത്ത് നല്ല മോടിയാ, അകത്ത് തനി. ഉണ്ണേ ആ അതെ, നീ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്? കനക, പിന്നെ ക്ലീറ്റസ് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് വേഗം വായേ. കാശ് 10 എടുത്തോ, 40 കൊണ്ട. കാശ് കിട്ടിയില്ല. എന്ത് പൈസ കിട്ടിയില്ലാന്ന്? എന്തേ? അതെ, വളരെ കഷ്ടമാണ് അയാളുടെ കാര്യം. ഭയങ്കര ദയനീയമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് എന്നെക്കുറിച്ചൊക്കെ ഒരു മതിപ്പ്. ഒരുപാട് സമ്പാദ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ടെൻഷനൊന്നും ഇല്ല. ഇതിപ്പോൾ എന്തോരം ഉണ്ടായിരുന്നവനാണ്, ഇപ്പോൾ ഈ വീട് ജപ്തിക്ക് വന്ന് കിടക്കുകയാണ്. അങ്ങനെ ഉള്ളവൻ്റെ അടുത്ത് എങ്ങനെ നമ്മൾ കണ്ണീച്ചോരല്ലാതെ ആ പൈസ ചോദിക്കും? എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന് കൊടുത്തിട്ട് വന്നേനെ. കഷ്ടം. അപ്പോൾ കിട്ടിയില്ല. എനിക്ക് കണ്ണങ്ങ് നിറഞ്ഞു പോയിന്നേ. അവൻ എന്താ പറഞ്ഞ ഡേറ്റിന് തരും, അതിന് മാറ്റം വരില്ല, ഉറപ്പായിട്ട് ആ ഡേറ്റിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിഷമവും സംഭവമൊക്കെ ഒരു സൈഡിൽ, ആവശ്യം നമ്മുടെ ആണല്ലോ. ഞാൻ പറഞ്ഞ ഡേറ്റ്, ആ ഡേറ്റിന് മാറ്റം വന്ന എൻ്റെ അണികളും ഞാനും കൂടെ ഈ വീട്ടിൽ കയറി താമസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് കിട്ടും. അപ്പോൾ കനകനോട് പറഞ്ഞ പോലെ തന്നെ എന്നോടും കരഞ്ഞു പിഴിഞ്ഞ് 1 മാസത്തെ ഗ്യാപ്പ് പറഞ്ഞു. അത് കേട്ടിങ്ങോട്ട് പോന്നു. അതൊക്കെ മനുഷ്യന്മാരല്ലേ അമ്മാവാ? ഇത് നീ കനകൻ്റെ പോലെയല്ല, വെള്ളം കിട്ടാനാണ് ഇപ്പം ഇങ്ങോട്ട് ഇതാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്നേരും പറഞ്ഞിട്ട്. ഞാൻ വെള്ളം ഇട്ടെന്ന് പറഞ്ഞാൽ കൊള്ളക്കാരനൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. കാഷ്ടം ഇങ്ങോട്ടൊക്കെ കൂടെ വന്നിട്ട് നിങ്ങളെന്നെ ആശ്രയിക്കേണ്ട, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്താൽ മതി. നടക്കേ പോട്ടെ, ഇനിയിപ്പം 1 മാസത്തെ കാര്യമല്ലേ, സാവകാശമുണ്ട്. അതെ അമ്മാവാ, ഞാനെന്താ അങ്ങോട്ട് പോട്ടെ? അല്ലല്ല, നീ നിക്ക്. എന്ത് പണിയാണ് അമ്മാവാ കാണിച്ചത്? നിങ്ങൾ 2 പേരും കൂടെ പോയി സംസാരിക്കാന്ന് വെച്ചാൽ പിന്നെ എന്തിനാ എന്നെ പറഞ്ഞയച്ചത്? നീ പോയപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് തരാന്നല്ലേ അയാൾ പറഞ്ഞ്. ഇവൻ കയ്യോടെ പോയിട്ട് കാശ് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ബാങ്ക് കിട്ടണല്ലേ നല്ലത്. അപ്പം ഞാൻ അവനെ കൂട്ടി പോയി. എന്നിട്ട് കിട്ടിയാ? എന്ത് കിട്ടണം അളിയാ? സത്യം പറയാലോ, ഭയങ്കര ബുദ്ധിമുട്ടുകാരനാണ് അയാൾ കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല. അയാൾ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എനിക്ക് അത് മനസ്സ് വിഷമം തോന്നിയാലും അവനും ചെന്നപ്പോൾ 1 മാസം കഴിഞ്ഞ് തരാം. അതെ, ഞങ്ങൾ ചെന്ന് സംസാരിച്ചപ്പോൾ അയാൾ 15,000 രൂപ വേണമെങ്കിൽ ഇപ്പം തരാം, അതേ പിരിഞ്ഞ് കിട്ടിയതുള്ളൂ, ബാക്കി പൈസ 1 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് 15,000 രൂപ വേണ്ട, അത് നിങ്ങൾ കയ്യിൽ വെക്കി. അമ്മാമ്മയ്ക്ക് കുറച്ച് കൂടുതൽ പൈസയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് 50,000 രൂപ ഒന്നിച്ചിട്ട് കൊടുക്ക് എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തൊരു കഷ്ടം നോക്കി. അങ്ങനെ ഉണ്ടെങ്കിൽ നീ എന്റെ ഫോണിൽ കൂടെ അത് വിളിച്ച് പറയാഞ്ഞേ. എനിക്കിപ്പോ 15,000 റുപ്യ കിട്ടിയാൽ അത് വളത്തിന് കൊടുക്കാറുന്നില്ലേ? 15,000 റുപ്യ കിട്ടിയാൽ വളത്തിന് കൊടുക്കാറുന്നില്ല. പിന്നെ എന്തിനാ 10,000 വാങ്ങിച്ചത് നിങ്ങള്? ആര്? എന്താ നീ പറയണേ അമ്മാവാ? പിന്നെ 10,000 രൂപ അങ്ങനെ അടുത്ത് വാങ്ങിച്ചത് എന്തിനാണെന്ന്? നീ എന്താ പറയണെന്ന്? ആര് 10,000 റുപ്യ മേടിച്ച്? ഞങ്ങൾ 2 ആളും കൂടിയില്ലേ പോയി. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾ എൻ്റെ അടുത്ത് കരഞ്ഞു പറയും. അതുകൊണ്ട് ഞാൻ പുറത്തു നിന്നിട്ട് ബന അകത്തേക്ക് വിട്ടത്. അപ്പൊ 10,000 നീ വാങ്ങിച്ചാ?
അല്ല അത് അയാൾ ഈ 10,000 വെച്ച് നീട്ടിയപ്പോൾ ഞാനതങ്ങ് മേടിച്ചേ. വാങ്ങിച്ച്. എടാ എന്നിട്ട് എന്താ അത് എന്നോട് പറയാഞ്ഞ്? എന്നിട്ടാ 10,000 എവിടെ? അമ്മവ ഇപ്പൊ ആ 10,000 എന്ന് പറഞ്ഞത് അമ്മാവൻ എനിക്ക് കടമായിട്ട് തരാമെന്ന് പറഞ്ഞ 10,000 ഞാൻ അയാളെ നിന്ന് മേടിച്ചത്. എടാ അത് 50,000 ഉറുപ്പ്യ കിട്ടുമ്പോഴല്ലേ നിനക്ക് ഞാൻ 10,000 തരാ പറഞ്ഞ്. അല്ല ഇനിയിപ്പോ അയാൾ പറഞ്ഞ ആ ബാക്കി 40,000 അടുത്ത മാസം തരുമ്പോ ഞാൻ ഈ കടം മേടിച്ച 10,000 കൂടെ അമ്മാവൻ അപ്പൊ തന്നാ മതിയല്ലോ. അപ്പൊ 50 ആയില്ലേ? ഓ അത് ശരി. അപ്പൊ എന്റെ 10,000 നീ മേടിച്ചെടുത്ത് എന്റെ കാര്യം നീ നോക്കിയില്ല. അതെ, അയാൾ നല്ല മാന്യനും തറവാടിയായിട്ടുള്ള ആളാണ്. അയാൾ ഒരു മാസം കഴിയുമ്പോൾ ആ 40,000 രൂപ അമ്മയ്ക്ക് തരും. ഇവന്റെ കയ്യിലെ 10,000 അത് പോകും. ഞാൻ ഇന്ന് ആരേനാണാവോ കണി കണ്ട്. ഞാൻ അവനെ കണിയാണ്ട് ഞാൻ രക്ഷപ്പെട്ടു.